സോ നമ്മൾ ഹൈഡ്രോ കാർബൺ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഹൈഡ്രോ കാർബണിനകത്ത് കാർബണും ഹൈഡ്രജനും മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. നിങ്ങൾ അതിൽ കാർബണും ഹൈഡ്രജനും വെച്ച് മാത്രം ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ ഞാൻ ആദ്യം വരയ്ക്കാൻ പോകുന്നത് 2 കാർബൺ ഉള്ള കോമ്പൗണ്ടാണ്. 2 കാർബണിൻ്റെ ഇടയിൽ ഞാൻ സിംഗിൾ ബോണ്ടാണ് വരയ്ക്കുന്നത്. നിങ്ങളുടെ ടാസ്ക് ഇതാണ്, ഈ 2 കാർബണിനകത്തും ബാക്കിയുള്ള ബോണ്ടുകളിൽ ഹൈഡ്രജൻ വച്ച് നിറയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈഡ്രോ കാർബൺ കംപ്ലീറ്റ് ആവും. നിങ്ങൾ നോക്കിക്കടാ, ഈ കാർബൺ നോക്കി, ഇപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണേ, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടോണേ. ഈ കാർബണിന്റെ കയ്യിൽ 1 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, ഈ കാർബണിന്റെ കയ്യിലും 1 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ഈ 2 ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ബോണ്ട് കിട്ടിയത്. അപ്പോൾ ശരിക്കും ഈ കാർബണിന്റെ കയ്യിൽ നിന്ന് എത്ര ഇലക്ട്രോൺ പോയി? ഒരേ ഒരു ഇലക്ട്രോൺ അല്ലേ പോയുള്ളൂ. കാർബണിന്റെ കയ്യിൽ നിന്ന് ഒരേ ഒരു ഇലക്ട്രോൺ, അതായത് ഒരേ ഒരു ബോണ്ടേ പോയിട്ടുള്ളൂ. ബാക്കി ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ടാ? 3 ഇലക്ട്രോണുകൾ കാർബണിന്റെ പക്ഷമുണ്ട്. കാരണം കാർബണിന്റെ കയ്യിൽ മൊത്തം 4 ഇലക്ട്രോൺ ആണുള്ളത്. 4 എണ്ണത്തിൽ ഒരു ബോണ്ട് പോയി, ബാക്കി ഇനി എത്ര ബോണ്ടാ ഉള്ളത്? 3 ബോണ്ടാ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ ഒരു 3 ബോണ്ട് അങ്ങനെ വരച്ചു കൊടുക്കുക. നമ്മൾ അതിന് ആദ്യം തന്നെ 3 ബോണ്ട് വരച്ചു കൊടുക്കുക. ഈ 3 ബോണ്ടിനകത്തും നമ്മൾ ഹൈഡ്രജനെ മാത്രമേ ഇടാൻ പാടുള്ളൂ. കാരണം നമ്മൾ വരയ്ക്കുന്നത് എന്താ? നമ്മൾ വരയ്ക്കുന്നത് ഹൈഡ്രോ കാർബൺ ആണ്. ഹൈഡ്രോ കാർബണിനകത്ത് ഹൈഡ്രജനും കാർബണും മാത്രമേ ഉള്ളൂ. ഇനി അതേപോലെ തന്നെ ഈ കാർബണിന്റെ കേസിൽ നിന്ന് എടുത്തു നോക്കടാ. ഈ കാർബണിന്റെ കേസിലും ഈ കാർബണിന്റെ കയ്യിൽ നിന്ന് ഒരു ബോണ്ട് അഥവാ 1 ഇലക്ട്രോൺ പോയി. ബാക്കി ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ട്? മൊത്തം 4 ഇലക്ട്രോൺ ആണ്. അതിൽ ഒരെണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പം 3 ബോണ്ട് വരച്ചു കൊടുക്കടാ. 3 ബോണ്ട് 1 2 3 1 2 3. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കുക. ഇവിടെ നോക്കേ, ഈ കാർബണും ഹൈഡ്രജനും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുക? ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കുക. നിങ്ങൾ ഇത് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങളൊരു ബുക്കും പേനയും എടുത്ത് ഞാൻ എൻ്റെ കൂടെ നിങ്ങൾ എഴുതി നോക്കുക. നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരാം. ഞാൻ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ തരാം. 1 2 3 കാർബൺ ഞാൻ ഇങ്ങനെ ചേർത്ത് വെച്ചേക്കാണ് ഓരോ ബോണ്ടും വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ഇതിനകത്ത് എത്ര ഹൈഡ്രജൻ ഇടാൻ ബാക്കി ഉണ്ടാവും? സോ ഇവിടെ ഒരു ബോണ്ട് പോയി, ബാക്കി ഇനി ഇവിടെ 3 ബോണ്ടുകളാണുള്ളത്. കാരണം മൊത്തം ഒരു കാർബണിൽ 4 ബോണ്ട് ഉണ്ട്. അതിൽ ഒരു ബോണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കി ഇനി ഇവിടെ 3 ബോണ്ട് ഉണ്ട്. ഈ കാർബണിനെ നോക്കിയടാ, ഈ കാർബണിന്റെ കയ്യിൽ നിന്ന് 2 ബോണ്ട് ഓൾറെഡി പോയി. ബാക്കി ഇനി എത്ര ബോണ്ട് ഉണ്ട്? 4 ബോണ്ടുള്ള കോമ്പൗണ്ടിൽ നിന്ന് 2 ബോണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കി ഇനി ഉള്ളത് 2 ബോണ്ടുകളാണ്. സോ ഇവിടെ ഇനി ബാക്കി 2 ബോണ്ടുകളുണ്ട്. ഈ കാർബണെ നോക്കടാ, ഈ കാർബണിന്റെ കയ്യിൽ നിന്നും 1 ബോണ്ട് പോയി. ബാക്കി ഇനി എത്ര ബോണ്ട് ഉണ്ട്? 3 ബോണ്ട് ഉണ്ട്. സോ ഈ ബോണ്ടുകളിലേക്കെല്ലാം ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഹൈഡ്രജൻ. ഓക്കെ, സംഭവം സിമ്പിളാണ്. ഒരു ക്വസ്റ്റ്യനോടെ ചെയ്ത് നമുക്ക് നിർത്താം. വളരെ സിമ്പിളാണ്. ഞാൻ കാർബണിന്റെ കയ്യിൽ ഡബിൾ ബോണ്ട് കൊടുക്കുവാണ്. ഡബിൾ ബോണ്ട് കൂടെ കൊടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള ഹൈഡ്രജൻ നിങ്ങൾക്ക് ഒന്ന് ഫില്ല് ചെയ്യാൻ പറ്റുമോ? ഇങ്ങോട്ട് നോക്കേ, 2 ബോണ്ടുകൾ പോയി. മൊത്തം കാർബണിന്റെ കയ്യിൽ 4 ബോണ്ട് ഉണ്ടായിരുന്നു, അതിൽ 2 ബോണ്ട് പോയി. ബാക്കി ഇനി എത്ര ബോണ്ട്? 2 ബോണ്ട്. അത് നിങ്ങൾക്ക് മുകളിലോ താഴെയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ ശരിയായിട്ടുള്ള കൺവെൻഷൻ അവിടെ പഠിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് മുകളിലും താഴെയായിട്ട് കൊടുക്കാം. ഓക്കെ, 2 ബോണ്ടുകൾ കൊടുത്തു. കാരണം നമ്മൾ 2 ബോണ്ട് കൊടുത്തതിൻ്റെ കാരണം എന്താ? 2 ബോണ്ട് ഓൾറെഡി പോയിട്ടുണ്ട്. ബാക്കിയുള്ള എത്ര ബോണ്ട് ഉണ്ട്? 2 ബോണ്ട് ഉണ്ട്. ഇനി ഈ കാർബൺ നിങ്ങൾ നോക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ കാർബണിൻ്റെ ഇപ്പുറത്തുനിന്ന് 2 ബോണ്ട് പോയിട്ടുണ്ട്, അപ്പുറത്തുനിന്ന് 1 ബോണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ മൊത്തം 4 ബോണ്ടിൽ 3 ബോണ്ടും പോയിട്ടുണ്ട്. 4ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതാകെ 1 ബോണ്ടാണ്. ആ ബോണ്ട് നമ്മളിവിടെ വരച്ചു കൊടുക്കാം. താഴെയോ മുകളിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. സോ ഇവിടെ ഈ കാർബണിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഈ കാർബണിന്റെ കയ്യിൽ നിന്നും 1 ബോണ്ടാണ് പോയിട്ടുള്ളത്. ബാക്കിയുള്ളത് 3 ബോണ്ടാണ്. സോ 1 2 3 ഈ ബോണ്ടുകളെല്ലാം ഹൈഡ്രജൻ വളരെ വേഗം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഹൈഡ്രജൻ.